നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററായ വൈൻഡിങ് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ആമുഖം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ മോട്ടോറ്, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ഫോർമർ, ജനറേറ്റർ, ഇവയെ തന്നെ എല്ലാം വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ഉപയോഗിക്കാറുണ്ട്? കണ്ടക്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട്. കാരണം അത് നമ്മൾ ചുറ്റി വയ്ക്കുക എന്നുള്ളതാണ് വൈൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വൈൻഡിങ് ചുറ്റി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊരു കാരണവശാലും ഷോർട്ട് ആവാതിരിക്കാൻ തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നല്ലപോലെ ഇൻസുലേറ്റ് ചെയ്യണം. അതിൻ്റെ മേലെ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ കൊണ്ട് അതിനെ ആവരണം ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്ടേഴ്സ് അത് കോപ്പർ ആവാം, അലുമിനിയം ആവാം, അല്ലെങ്കിൽ ഇവയുടെയൊക്കെ തന്നെ അലോയീസ് ആവാം. ഇപ്പോൾ നമുക്കറിയാം, കോപ്പർ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. വളരെ വില കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. പക്ഷേ അലുമിനിയം താരതമ്യേന എന്താണ് വില വളരെ കുറവാണ്, എക്സ്പെൻസ് വളരെ കുറവാണ്. ഇപ്പോൾ നോർമൽ കേസിൽ എന്ത് ചെയ്യാറുണ്ട്? അലുമിനിയം നമ്മൾ വൈൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവ രണ്ട് തന്നെ ആണെങ്കിൽ കൂടിയും അതിൽ ഉപയോഗിക്കുന്ന ടൈപ്സ് ഓഫ് കണ്ടക്ടേഴ്സ്, ഏത് തരത്തിലുള്ള ചാലകങ്ങളാണ് അഥവാ കണ്ടക്ടേഴ്സാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ സൈസുകൾ എത്രയാണ്? അതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ SWG എന്ന് പറയും, അതായത് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. അത് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളിതിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടക്ടേഴ്സ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടക്ടേഴ്സ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്, പിന്നെ അതേപോലെ തന്നെ അതിനെ ആവരണം ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ഇൻസുലേറ്റിംഗ് അഥവാ കറണ്ടിനെ കടത്തിവിടാത്ത മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതിൻ്റെ സ്ലീവ്, പിന്നെ അതിന് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷീറ്റുകൾ അല്ലെങ്കിൽ കട്ടകൾ ഏതൊക്കെയാണ് എന്നുള്ളതും, പിന്നെ അതിൽ ഇൻസുലേറ്റിംഗ് കണ്ടക്ടേഴ്സിന് ഇൻസുലേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്വാഭാവികമായിട്ട് വൈദ്യുതി കടത്തിവിടാത്ത സ്ലീവ് അതുപോലെയുള്ള പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, പേപ്പറൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്തും കൂടി ഉപയോഗിക്കാറുണ്ട്? കോട്ടിങ് ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മളുടെ വാർണിഷ് കോട്ടിങ്ങുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മളിതിൽ ഫോക്കസ് ചെയ്യുന്നത് മൂന്നാണ്. ഒന്ന് ഫസ്റ്റ് കണ്ടക്ടർ, പിന്നെ അതിൻ്റെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള പേപ്പർ, മൈക്ക ഷീറ്റ് അതുപോലെ എക്സെട്ര, പിന്നെ അതിൻ്റെ മേലെ അടിക്കുന്ന കോട്ടിങ്, ഇനാമൽ ടൈപ്പ് ആയിട്ടുള്ള കോട്ടിങ്, വാർണിഷസും. അപ്പോൾ ഇത് മൂന്നാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട്. നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് ഫോട്ടോസിലായിട്ട് പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്നുള്ളതാണ്. ഈ സ്റ്റാൻഡേർഡ് വയർ ഗേജ് അഥവാ SWG എന്ന് പറയുന്നത് നമ്മൾ കേബിളുകളുടെ അഥവാ കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ തിക്നെസ്, അതിൻ്റെ അളവ്, അതിൻ്റെ വണ്ണം, കറക്റ്റ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ വണ്ണം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ 1.5 കേബിൾ ഉപയോഗിച്ചിട്ടാണ് ലൈറ്റ് ആൻഡ് ഫാൻ സർക്യൂട്ട്സ് നമ്മൾ വയറിങ് ചെയ്യാറ്. ഓക്കെ, ലൈറ്റും ഫാനിനും. പക്ഷേ അതുപോലെയല്ല നമ്മൾ എന്ത് ചെയ്യുക? പവർ ലോഡിന് കൊടുക്കുമ്പോൾ നമ്മൾ വയറിങ് ചെയ്യുക, നമ്മൾ മിനിമം 2.5 കേബിളാണ്. അപ്പോൾ ഇവിടെ പറയുന്ന 1.5 ആൻഡ് 2.5 എന്ന് പറയുന്നത് അതിൻ്റെ സൈസാണ്, തിക്നെസ് ആണ്. ഇതിൽ പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ SWG കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്, ആ കേബിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് കുറയും, വണ്ണം എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ സ്റ്റാൻഡേർഡ് വയർ ഗേജും വണ്ണവും തമ്മിൽ എന്താണ്? വിപരീത അനുപാതത്തിലാണെന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഒരു RSWG കേബിളിൻ്റെ തടി വണ്ണം ഇതിൽ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ 4.87 മില്ലിമീറ്റർ ആണെങ്കിൽ, എന്നാൽ ഒരു 48 റേഞ്ചുള്ള SWG 48 SWG ഒക്കെ ആണെങ്കിൽ അതിന്
0.04 mm വളരെ നേർത്ത തിക്നെസ് ഉള്ളതായിരിക്കും, വളരെ കുറവായിരിക്കും അതിൻ്റെ തിക്നെസ്, ഫോർ എക്സാമ്പിൾ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കണം. അത് SWG കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ കുറയുകയും SWG കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ കൂടി വരികയുമാണ് ചെയ്യുക. ഇനി വിവിധ തരത്തിലുള്ള കണ്ടക്ടേഴ്സ് നമ്മൾ വൈൻഡിങ്ങിൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒരു ടേബിൾ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ അതിൻ്റെ കണ്ടക്ടറിൻ്റെ പേര്, പിന്നെ തൊട്ടടുത്ത കോളത്തിൽ അതിൻ്റെ സൈസും അതിൻ്റെ അളവും എത്രയാണ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ കേസ് പറയുകയാണെങ്കിൽ ഇനാമൽഡ് വയർ ആൻഡ് സൂപ്പർ ഇനാമൽഡ് വയർ. അപ്പോൾ ഇനാമൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ പല്ലിൻ്റെ ഇനാമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് ഹാർഡായിട്ട് പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നാച്ചുറലായിട്ടുള്ളതാണ് ഈ ഇനാമൽ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇലക്ട്രിക്കലി ഇനാമൽഡ് കേബിൾ എന്ന് പറയുമ്പോൾ അതൊരു ആവരണമാണ്. എന്തിൻ്റെ ആവരണം? ഈ കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം പോലുള്ള വൈൻഡിങ് കേബിൾസിനെ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രൊട്ടക്ഷനിലുപരിയായിട്ട് എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷനാണ്. അതായത് നമ്മൾ വൈൻഡിങ്സ് ചുറ്റി ചുറ്റി വയ്ക്കുമ്പോൾ പരസ്പരം ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അതിനെ വേർതിരിക്കാൻ വേണ്ടി, രണ്ട് കേബിളുകൾക്ക് ഇടയിൽ വേർതിരിക്കാൻ വേണ്ടി ഒരു നേർത്ത പാട പോലെ അതിൻ്റെ മേലെ ആവരണം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന ഇനാമൽ. നമ്മൾ വാർണിഷ് അടിക്കാന്ന് കേൾക്കുമല്ലോ. അപ്പോൾ അത് വാർണിഷ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോക്കലി നമ്മൾ ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഈ വാർണിഷ് എന്ന് പറയുന്നത് പ്യുവർലി ഒരു ഇൻസുലേറ്ററാണ് നമുക്കറിയുന്നതുകൊണ്ട്. പക്ഷേ ഈ ഫസ്റ്റ് കേസിൽ എന്താണ്, ഇനാമൽഡ് വയറും സൂപ്പർ ഇനാമൽഡും രണ്ടും ഉദ്ദേശിക്കുന്നത് ഇൻസുലേഷൻ തന്നെയാണ്. അതിൽ ഉപയോഗിക്കുന്നത് SWG 6SWG മുതൽ 48 SWG വരെയുള്ളതാണ്. അടുത്തതായിട്ട് സിംഗിൾ കോട്ടൺ കവേർഡ് കോപ്പർ ഇനാമൽഡ് വയറും ഡബിൾ കോട്ടൺ കവേർഡ് കോപ്പർ ഇനാമൽഡ് വയറും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കോപ്പറിനെ ഈ ചെമ്പിൻ്റെ ആ ഒരു വൈൻഡിങ് കേബിളിനെ കോട്ടൺ വെച്ചിട്ട്, നമുക്കറിയാം കോട്ടൺ എന്ന് പറയുന്നത് എന്താണ്, പ്യുവർലി എന്താണ് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ്. ആ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോപ്പർ കേബിളിനെ ഇവിടെ ഇൻസുലേറ്റ് ചെയ്യിക്കുന്നത്. ഇപ്പോൾ ഇതിലെല്ലാം തന്നെ കോട്ടൺ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മെറ്റീരിയൽസ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ കണ്ടക്ടറിന് മാറ്റം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം സിംഗിൾ കോട്ടൺ, അതിൽ ഒരു സിംഗിൾ ആയിട്ടിട്ട് ഒരേ ഒരു ആവരണം മാത്രമാണെങ്കിൽ അത് സിംഗിൾ കോട്ടൺ എന്ന് പറയും. പക്ഷേ ഡബിൾ കോട്ടൺ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും അതിൻ്റെ മേലെ ഒരു രണ്ടാമത്തെ ഒരു ആവരണം കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാരണം കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കറണ്ടൊക്കെ പോകുന്ന സമയത്ത് രണ്ടും ഇൻസുലേഷൻ സ്റ്റാൻഡേർഡ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ ഇതിനൊരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ അതിനനുസരിച്ച് വൈൻഡിങ്ങിൻ്റെ സൈസൊക്കെ കാര്യങ്ങളൊക്കെ കൂടും. കാരണം ഈ കോട്ടൻ്റെ തിക്നെസ് കയറി വരുമ്പോൾ വൈൻഡിങ്സിൻ്റെ തിക്നെസ്സും സ്വാഭാവികമായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്യണത് എന്താണ്, 12 SWG മുതൽ 48 SWG വരെയാണ് ഇതിൽ ഉപയോഗിക്കുന്ന കേബിളിൻ്റെ, അതായത് പെർ കണ്ടക്ടറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ വലിപ്പം കൂടുമെന്ന് പറയുമ്പോൾ പോലെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് നമുക്ക് കരുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവർ കറണ്ട് ആണെങ്കിൽ കൂടി നമുക്ക് ഒരു കാരണവശാലും ഷോർട്ട് ആവാനുള്ള ചാൻസ് വളരെ വളരെ പരിമിതമാണ്. ഓക്കെ, പിന്നെ അത് മാത്രമാണ് ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത്. പക്ഷേ ഇതിൽ വെള്ളം മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ കോട്ടൺ ദ്രവിച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തത് സിംഗിൾ സിൽക്ക് കവേർഡ് കോപ്പർ ഇനാമൽഡ് വയറും അതുപോലെ തന്നെ ഡബിൾ സിൽക്ക് കവേർഡ് കോപ്പർ ഇനാമൽഡ് വയറും. അപ്പോൾ ഇതിൽ ഉപയോഗിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനാമലിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽക്ക് കേബിൾ കൂടി അല്ലെങ്കിൽ സിൽക്ക് എൻ്റെ മെറ്റീരിയൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, ചുറ്റി വയ്ക്കും. അപ്പോൾ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഇതിന് കിട്ടും. അതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഇൻസുലേറ്റിംഗ് പവർ ഇതിന് കൂടും. അപ്പോൾ സിംഗിൾ സിൽക്ക് ആണെങ്കിൽ അതിൽ പറയുന്നത് എന്താണ്, വളരെ നേരത്തെ ഒരു തിക്നെസ് അതിനെ ഉണ്ടാവുള്ളൂ, 0.01 mm ലെങ്ത് സംതിങ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡബിൾ സിൽക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഇരട്ടി തിക്നെസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ കേബിളിനും അതിൻ്റെ ഒരു കൂടുതൽ പ്രൊട്ടക്ഷൻ അതിന് കിട്ടും. ഇതിൽ ഉപയോഗിക്കുന്നത് സാധാരണ കേസ് ആയിട്ട് 14 SWG മുതൽ 48 SWG വരെയാണ്.
അടുത്ത് പറയുന്നത് സ്ട്രിപ്പ് കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്. സ്ട്രിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരും. കാരണം നമ്മൾ കൂടുതൽ കറണ്ടൊക്കെ വേണ്ട മെഷീൻസിന് ലൈക്ക് ട്രാൻസ്ഫോമർ ഒക്കെ നമ്മൾ കൂടുതൽ കറണ്ട് വേണ്ടിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വലിയ സൈസിൽ വരുന്ന മെഗാവാട്ടൊക്കെ റേഞ്ച് വരുന്ന ട്രാൻസ്ഫോമർ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ട്രിപ്പ് കണ്ടക്ടേഴ്സ് കോപ്പറിൻ്റെ തന്നെ ഈ പറഞ്ഞ പോലെ പതിഞ്ഞ പട്ട രൂപത്തിലുള്ള എന്ത് ഉപയോഗിക്കാറുണ്ട്, കോപ്പർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ കറണ്ടിലാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിനെ ഉപയോഗിക്കാറ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രിപ്പിനെ എന്ത് ചെയ്തിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും, നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള ഇൻസുലേറ്റിംഗ് ടൈപ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഓവർ കറണ്ടിൽ ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള ഇൻസുലേറ്റിംഗ് പേപ്പറുകളും പിന്നെ അതുപോലെ തന്നെ ടാപ്പും സ്ലീവും പിന്നെ വെഡ്ജസും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇതിൻ്റെ എല്ലാം തന്നെ സൈസ് പറയുന്നത് മിൽസിലാണ്. ഓക്കെ, 1 മിൽസ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് 1 ഇഞ്ചിൻ്റെ 1000-1, അതായത് 1/1000 ഓഫ് an inch എന്ന് പറയാം. 1 ഇഞ്ചിനെ 1000 ഭാഗമാക്കി 1000 ഭാഗമാക്കിയതിൽ ഒരു നേർത്ത പാളിയാണ് 1 മൈൽസ് എന്ന് പറയുന്നത്. അതിലാണ് സാധാരണ കേസിൽ നമ്മൾ എന്ത് പറയാറ്, ഈ പറയുന്ന മെറ്റീരിയൽസിൻ്റെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിൻ്റെ എല്ലാം തന്നെ സൈസ് അഥവാ അളവ് പറയുന്നത്. ഇൻസുലേറ്റിംഗ് പേപ്പർ എന്ന് പറയുന്നത് ഒരു വൈദ്യുതിയെ കടത്തിവിടാത്ത പേപ്പറുകളാണ്. അത് തന്നെ വിവിധ തരത്തിലുള്ള പേപ്പറുകൾ നമ്മൾ സാധാരണ വൈൻഡിങ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള വൈൻഡിങ്സ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പേപ്പറിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഇനി പറയാൻ പോകുന്നത്. എംബെയർ ക്ലോത്ത്, ഇത് ഒരു മഞ്ഞ അല്ലെങ്കിൽ കറുത്ത കളറിലുള്ള ഒരു ലൈനിങ് പറയുന്നൊരു പേപ്പറാണ്. ഓക്കെ, ആ പേപ്പർ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നൊരു പേപ്പർ തന്നെയാണ്. അതിന് സൈസ് എന്ന് പറയുന്നത് എന്താണ്, 7 മുതൽ 10 മിൽസ് വരെയാണ്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ട്. ഈ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ഇൻസുലേറ്ററിൻ്റെ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതായത് ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോയെ തടസ്സപ്പെടുത്താനുള്ള ഒരു മെറ്റീരിയലിൻ്റെ കഴിവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഈ പറയുന്ന ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയാം. ഓക്കെ, അതൊരു ഗുഡ് ക്വാളിറ്റിയാണ്. എന്തിനു വേണ്ടത്, ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് വേണ്ട ഒരു ഗുഡ് ക്വാളിറ്റിയാണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. അടുത്തായി പറയുന്നത് മില്ലിനെക്സ് പേപ്പറാണ്. ഇതൊരു വൈറ്റ് കളറുള്ള ഒരു ഷീറ്റാണ്. പിന്നെ ഇതിന് ഒരു നല്ല ഇൻസുലേറ്റിംഗ് കപ്പാസിറ്റി തന്നെയാണുള്ളത്. പിന്നെ ഫിഗർ കാണുന്നപ്പോൾ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ, അതായത് ഇത് ഏതിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, റോളുകളായിട്ട് വലിയ ഷീറ്റുകളുടെ റോളുകളായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 5 മുതൽ 10 മിൽസ് വരെയാണ്. അടുത്തത് ലെത്തറോയിഡ് പേപ്പറാണ്. ഒരു ഗ്രേ കളറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷീറ്റാണിത്. അതുപോലെ റോളായിട്ടാണ് നമുക്ക് കിട്ടുക. പിന്നെ ഇതിന് നല്ല ഒരു സ്ലോട്ട് ലൈനിങ് ഇൻസുലേഷൻ മെറ്റീരിയലാണ്. നല്ല ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞത് 5 മുതൽ 10 മിൽസ് വരെയാണ്. ഓക്കെ, ഇത് റോളുകളായിട്ടും അതുപോലെ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ഫിലിം ലെത്തറോയിഡ് ആണ്. അത് ലെത്തറോയിഡ് പേപ്പർ തന്നെ അതിനെ കവർ ചെയ്തിട്ട് എന്തും കൂടി ഉണ്ടായിരിക്കും, ഒരു ഫിലിം, ഇൻസുലേറ്റിംഗ് ഫിലിം, വൈദ്യുതിയെ കടത്തിവിടാത്ത ഒരു ഫിലിമും കൂടി ഇതിന് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഇതിനെ ഫിലിം ലെത്തറോയിഡ് പേപ്പർ എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ ഇൻസുലേറ്റിംഗ് പേപ്പേഴ്സിനൊക്കെ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഇത് എന്തിലാണ്, പിന്നെ ഷീറ്റിലായിട്ടും
പിന്നെ വെയിറ്റും, അതായത് ഷീറ്റ് റോൾ ചെയ്ത ഷീറ്റ് അതിൻ്റെ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 5 മുതൽ 15 മൈൽസ് വരെയാണ്. ഓക്കെ, അടുത്തത് മൈക്കാനൈറ്റ് ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്ക ഷീറ്റും ഷെല്ലാക്കും വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മൈക്കാനൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് പറഞ്ഞ പോലെ നല്ല ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ തന്നെയാണ്, നല്ല ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഹൈ കറണ്ട് മെഷീൻസിലാണ്. ഹൈ കറണ്ട് മെഷീൻസിനെ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ലോട്ട്സിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ഇത് ഫയർ പ്രൂഫാണ്. അത് വെച്ച് കഴിഞ്ഞാൽ അത് തീ പിടിക്കാത്ത ഒരു മെറ്റീരിയൽ കൂടിയാണ്. അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ 2 mm മുതൽ 6 mm വരെയാണ്. അടുത്തത് ടൈപ്പ് ഉപയോഗിക്കുന്നത് പിന്നെ വൈൻഡിങ് മെഷീൻസിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. പിന്നെ അത് അവൈലബിൾ ഇൻ റോൾസ്, ഇത് വളരെ റോളുകളായിട്ട് അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ വീതിയും അളവും ലെങ്ത്തും അനുസരിച്ച് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ ഇത് അവൈലബിൾ ആണ്. അടുത്തതാണ് കോട്ടൺ ടൈപ്പ് അല്ലെങ്കിൽ സിൽക്ക് ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് 2 മെറ്റീരിയൽ അനുസരിച്ചാണ് അതിൻ്റെ പേര് വന്നിട്ടുള്ളത്. ടൈപ്പ് കോട്ടൺ വെച്ചിട്ടുണ്ടാക്കുന്നു അല്ലെങ്കിൽ സിൽക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്നു. പിന്നെ ഇത് റോളുകളായിട്ട് അവൈലബിൾ ആണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 അവൈലബിൾ ആണ്, അത് 50 മീറ്റർ അവൈലബിൾ ആണ്, പിന്നെ 100 മീറ്റർ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ വീതി എന്ന് പറയുന്നത് 12 mm, 20 mm ആൻഡ് 25 mm. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറയുന്നത് വെച്ചാൽ സിൽക്ക് ടാപ്പിന് ഹൈ ടെമ്പറേച്ചറിൽ അത്യാവശ്യം നല്ല ചൂടത്തും എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് എംപയർ എന്നുള്ള മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്നത് എംപയർ ക്ലോത്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊടിപടലങ്ങളൊന്നുമല്ല, അഥവാ മോയ്സ്ചർ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിന്യങ്ങൾ, അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് അതിൽ നിന്നെല്ലാം വളരെ ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മോയ്സ്ചർ ഫ്രീ എന്ന് പറയാം. അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളിൽ നിന്നെല്ലാം, പൊടിപടലങ്ങളും എന്ന് പറയുന്ന ചെറിയ ചെറിയ കണികളായിട്ടുള്ള മാലിന്യങ്ങളിൽ നിന്നെല്ലാം ഇതെന്താണ്, ഫ്രീ ആണ്. ഇത് കോയിൽ ഇൻസുലേറ്റ് ചെയ്യാനും വൈൻഡിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് 100 ആൻഡ് 50 മീറ്ററിൽ അവൈലബിൾ ആണ്. പിന്നെ മാത്രമല്ല അതിൻ്റെ സൈസ് വീതി വരുന്നത് 12 mm, 20 mm ആൻഡ് 25 mm എന്നിങ്ങനെയാണ്. അടുത്തതാണ് ഗ്ലാസ് ടാപ്പ് എന്ന് പറയുന്നത്. ഇത് ഗ്ലാസും കോട്ടണും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വൈൻഡിങ് ടെമ്പറേച്ചർ ഹൈ ആയിട്ടുള്ള കേസിൽ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലാണ് നമ്മൾ സാധാരണ ഈ ഗ്ലാസ് ടൈപ്പ് യൂസ് ചെയ്യാറ്. ഇത് 25 മീറ്ററിലും 50 മീറ്ററിലും ലെങ്ത്തിൽ അവൈലബിൾ ആണ്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 12 mm, 20 mm ആൻഡ് 25 mm എന്നിങ്ങനെയാണ്. പിന്നെ അടുത്തതായി സ്ലീവ്സ് ആണ്. ഇതൊരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പിന്നെ അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ജോയിൻറ്റ്സ്, വൈൻഡിങ്സിൽ ഇപ്പോൾ 2 കോയിലുകൾ തമ്മിൽ, വൈൻഡിങ്ങുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സ്ലീവ് അതിൻ്റെ മേലെ നമ്മൾ കവർ ചെയ്യണം. ജോയിൻറ്റിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്ലീവ് വെച്ച് കവർ ചെയ്യും. പിന്നെ ആ സ്ലീവ്സ് നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽ അവൈലബിൾ എന്ന ലെവലിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് കോട്ടൺ സ്ലീവ് ഉണ്ട്, എംപയർ ക്ലോത്ത് സ്ലീവ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ് കോട്ടൺ സ്ലീവ് ആൻഡ് PVC സ്ലീവ്സും അവൈലബിൾ ആണ്. കോട്ടൺ സ്ലീവ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്വാഭാവികമായിട്ട് കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടാണ്. പിന്നെ ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് DC ഡയറക്റ്റ് കറണ്ട് സപ്ലൈ ഉപയോഗിച്ച് എന്നുള്ള വൈൻഡിങ്സിന്, DC മെഷീനിലെ വൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ കോട്ടൺ സ്ലീവ് ഉപയോഗിക്കുന്നത്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 1 mm മുതൽ 4 mm വരെ ആണ്. പിന്നെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, ഓക്കെ, പിന്നെ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 ആൻഡ് 100 മീറ്റർ റോളുകളിൽ ഇത് അവൈലബിൾ ആണ്. അടുത്തത് എംപയർ സ്ലീവ്സ് എന്ന് പറയും. ഇത് ഉപയോഗിക്കുന്നത് AC-യിലാണ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് മെഷീൻസിൽ, AC മെഷീൻസിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് സ്ലീവ്സ് ഉപയോഗിക്കുക. ഇതിൽ ആർമേച്ചർ വൈൻഡിങ്
യിലാണ് ഈ സംഭവം നമ്മൾ ഉപയോഗിക്കാറ് മെയിനായിട്ട്. ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളുടെ 1 മീറ്റർ ലെങ്ത്തും ആൻഡ് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1 mm മുതൽ 6 mm വരെ ആയിരിക്കും. അടുത്തത് PVC സ്ലീവ്സ് ആണ്. ഇത് മെയിനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലീഡുകളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇതൊരു കാരണവശാലും ഇന്റേണലി ഉപയോഗിക്കാൻ പറ്റില്ല. ഉള്ളിൽ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് വരുന്ന കാരണം ഇത് PVC ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉരുകി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ട്രിക്റ്റ്ലി ആയിട്ട് നമ്മൾ ഒരു കാരണവശാലും അത് ഇന്റേണലി ഇൻസൈഡ് ഹീറ്റ് വരുന്ന സ്ഥലങ്ങളിൽ ഇത് PVC ഉപയോഗിക്കാറില്ല. ഗ്ലാസ് സ്ലീവ്സ്, ഇത് ഗ്ലാസും കോട്ടണും കൊണ്ട് അല്ലെങ്കിൽ രണ്ടിൻ്റെയും മിക്സ്ചർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യണത് ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഏത് ഒരു മെഷീനാണോ ഹൈ ആയിട്ട് ടെമ്പറേച്ചർ റൈസ് ആവുന്നത് ആ സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഗ്ലാസ് സ്ലീവ്സ് ഉപയോഗിക്കാം. കാരണം ഇത് ഒരു കാരണവശാലും അത് ഉരുകിപ്പോവാൻ ചാൻസ് ഇല്ല. അടുത്താണ് വെഡ്ജസ്. ഈ വെഡ്ജസ് എന്ന് പറയുന്നത് ചെറിയ ആപ്പുകൾ എന്ന് നമുക്ക് പറയാം. ചില നമ്മൾ ഈ കൈക്കോട്ടിനൊക്കെ ആപ്പ് വെക്കില്ല, ചെറിയ ചെറിയ പൂളുകളായിട്ടുള്ള സംഭവം. അപ്പം അങ്ങനെയുള്ള ഒരു സൈഡ് കോണിക്കലായിട്ട് ഒരു ആംഗിളായിട്ട് മറ്റേ സൈഡ് വീതി കൂടുതലായിട്ടും വരുന്ന ചെറിയ ചെറിയ ആപ്പുകളാണ് ഈ പറയുന്ന വെഡ്ജസ് എന്ന് പറയുന്നത്. ഈ വെഡ്ജസ് തന്നെ നമുക്ക് മെറ്റീരിയൽ അനുസരിച്ച് എന്ത് ചെയ്യാം, 2 ടൈപ്പായിട്ട് ഉണ്ടാക്കാം. ഫൈബറും ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഡ്രൈ ബാമ്പും ഇതിന് ഉപയോഗിക്കാം. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈൻഡിങ് ചുറ്റി വെച്ചിരിക്കുന്ന സ്ലോട്ട്സുകളിൽ നിന്ന് ഇത് പിന്നെ വൈൻഡിങ് അഥവാ മോട്ടോർ വർക്ക് ചെയ്യുന്ന റൺ ചെയ്യുന്ന സമയത്ത് അത് ഒരു കാരണവശാലും പുറത്തേക്ക് തള്ളി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്ന ഇതാണ് ഈ പറയുന്ന വെഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ആക്കിയിട്ട് വൈൻഡിങ്സിനെ എന്ത് ചെയ്യും, അവിടെ ലോക്ക് ചെയ്ത് നിർത്തും. ഫൈബർ വെഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയ വെഡ്ജസ് തന്നെയാണ്. ഇത് കെമിക്കലി ഇനേർട്ടാണ്, കെമിക്കലി റിയാക്ഷൻസ് ഒന്നും സംഭവിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, കാരണം ബൈൻഡിങ്ങിൻ്റെ കോയിലിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഫിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഇളക്കും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, അടുത്താണ് ബാംബു വെഡ്ജസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള മുള, ബാമ്പു എന്ന് പറയുന്നത് മുളയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്, അഥവാ ഈറ്റ. ഓക്കെ, അതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈൻഡിങ് സ്ലോട്ടിൽ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് വളരെ നല്ല സ്മൂത്തായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റും, നമുക്ക് ഫിക്സ് ആക്കി വെക്കാൻ പറ്റും. ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് റീവൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാംബു വെഡ്ജസ് അഥവാ മുള കൊണ്ടുള്ള ആപ്പുകൾ അഥവാ വെഡ്ജസ് ഉപയോഗിക്കും. അടുത്തത് ബൈൻഡിങ് ത്രെഡ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കോയിലുകളിൽ 2 കോയിലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ജോയിൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ബൈൻഡിങ് ത്രെഡ് വെച്ചിട്ടാണ് വൈൻഡിങ്ങിൽ. അടുത്തതായിട്ട് ഇംപ്രിനേറ്റിംഗ് വാർണിഷ് ആൻഡ് പെയിൻറ്റ്സ് യൂസ്ഡ് ഇൻ വൈൻഡിങ്. നമ്മൾ ഇതിനെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ തരം വാർണിഷുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ പെയിൻറ്റിങ്. ഇപ്പോൾ ഈ പറയുന്ന വാർണിഷ് അല്ലെങ്കിൽ പെയിൻറ്റുകൾ ഇതിൽ ഉപയോഗിക്കുമ്പോൾ, ഈ വൈൻഡിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ അതിന് ഉണ്ടാകുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അത് സ്ട്രെങ്തൻ ചെയ്യും, അത് ഇൻസുലേഷൻ ഓഫ് വൈൻഡിങ്. അത് നമ്മളുടെ മൊത്തത്തിൽ വൈൻഡിങ്ങിൻ്റെ ഇൻസുലേഷനെ കുറച്ചും കൂടി ദൃഢത വരുത്താൻ വേണ്ടി, കുറച്ചും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാർണിഷ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വൈൻഡിങ്ങുകളെല്ലാം തന്നെ പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ, ബന്ധിപ്പിക്കാൻ വിത്തൊരു സോളിഡ്. ഇപ്പോൾ നമുക്കറിയാം വൈൻഡിങ് എന്ന് പറയുന്നത് ഒരുപാട് കോയിലുകൾ ഇങ്ങനെ ചുറ്റി വെച്ചതാണ്. അപ്പോൾ അതിലൊരു കോയിൽ തന്നെ അതിന് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒറ്റ മൊഡ്യൂളായിട്ട് ഇപ്പോൾ ആർമേച്ചർ വൈൻഡിങ് ആയിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫീൽഡ്, അതായത് സ്റ്റേറ്റർ, അവിടെ മോട്ടറിൻ്റെ ഫിക്സ് നിശ്ചലമായി നിൽക്കുന്ന ഭാഗത്തെ വൈൻഡിങ് ആയിക്കോട്ടെ, ഇവയെല്ലാം തന്നെ സോളിഡായിട്ട് അവിടെ ഫിക്സ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന വാർണിഷ് അല്ലെങ്കിൽ പെയിൻറ്റ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇത് ചെയ്യുന്നതോടു കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതിന് മൊത്തത്തിൽ ഒരു മോയ്സ്ചർ പ്രൂഫ്, അതായത് ഈ പറയുന്ന പൊടിപടലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള എന്താ പറയുക ഖരമാലിന്യങ്ങളൊക്കെ അതിൽ വന്ന് തട്ടുന്നതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് ഈ പറയുന്ന വാർണിഷ് അതുപോലെ തന്നെ പെയിൻറ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ വൈൻഡിങ്ങിൽ എഫിഷ്യൻസി കൂട്ടാൻ കഴിയും. നമ്മൾ ഈ പറഞ്ഞ ഇൻസുലേറ്റിംഗ് വാർണിഷ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്തിട്ട് തുളച്ച് അതിലേക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള ഇൻസുലേറ്റിംഗ് വാർണിഷ് വേണം നമ്മൾ അതിൽ ഉപയോഗിക്കാൻ. ഓക്കെ, നമ്മൾ സാധാരണ അത് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഈ വാർണിഷ് അതിലേക്ക് ഒഴിച്ചിട്ട് അതിനെ സെറ്റാക്കുന്നത്. ഓക്കെ, അടുത്തത് എയർ ഡ്രൈയിങ് വാർണിഷാണ്. ഇതിന് എന്താക്കേണ്ട കാര്യമില്ല, ചൂടാക്കേണ്ട കാര്യമില്ല. ആൻഡ് ഇത് ഉപയോഗിക്കുന്നത് എന്താണ്, എയർ, അതായത് നമ്മൾ അന്തരീക്ഷത്തിലുള്ള വായു ഉപയോഗിച്ചിട്ടാണ് ഇതെന്താണ് ഡ്രൈ ആകുന്നത്, അഥവാ എന്താകുന്നു ഒട്ടുന്നത്, ഉണങ്ങുന്നത്. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഫോഴ്സ് ചെയ്തിട്ട് ഉണക്കേണ്ട ആവശ്യം ഇല്ല, ചൂടാക്കി ഉണക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്മോൾ റേറ്റഡ് ആയിട്ടുള്ള മോട്ടോഴ്സിലും അതുപോലെ തന്നെ ഫാനുകളിലാണ് ഈ ടൈപ്പ് ഓഫ് വാർണിഷ് ഉപയോഗിക്കുന്നത്. അടുത്തത് പോളിസ്റ്റർ വാർണിഷാണ്. ഇത് നമ്മൾ വാർണിഷിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് തന്നെ, 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതെന്ത് ചെയ്യാൻ തുടങ്ങും, അത് റെഡിയാകാൻ തുടങ്ങും, അതിൻ്റെ ഉള്ളിൽ ഉണങ്ങാൻ തുടങ്ങും. ഈ വൈൻഡിങ് ഈസ് പിന്നെ ഹീറ്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വൈൻഡിങ്ങിലേക്ക് ഹാഫ് വോൾട്ടേജ്, ഫുൾ വോൾട്ടേജ് അല്ല, ഹാഫ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോളിസ്റ്റർ വാർണിഷ് അതിൽ ഉണങ്ങി സെറ്റ് ആകുന്നതാണ്. അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒഴിച്ചിട്ട് അത് സെറ്റാകും. നമുക്ക് ഈ വൈൻഡിങ് മെറ്റീരിയൽ എന്ന ചാപ്റ്ററിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്.